ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് 10ാം തരം പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ്. 10ാം തലം പ്രാഥമിക പരീക്ഷ 4ാം ഘട്ടം അല്ലെങ്കിൽ അവസാന ഘട്ടം കഴിഞ്ഞ ശനിയാഴ്ച ഫെബ്രുവരി 8-ന് നടന്നു. ആ ഒരു ചോദ്യപേപ്പറിൻ്റെ ഘടന, അതിൻ്റെ കട്ട് ഓഫ് വരാനുള്ള സാധ്യത തുടങ്ങി തൊഴിൽ വാർത്തയിലെ ഇന്ന് വന്നിരിക്കുന്ന പ്രസക്തമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. 10ാം ക്ലാസ് യോഗ്യതയായ തസ്തികയിലേക്ക് ഉള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഫെബ്രുവരി 8-ന് നടന്ന കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യങ്ങൾ മുൻഘട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉയർന്ന നിലവാരം പുലർത്തി. നമ്മളിത് പറഞ്ഞതാണ് വീഡിയോയിൽ. 3ാം ഘട്ടം വളരെ എളുപ്പമായിരുന്നു. 1ഉം 2ഉം താരതമ്യേന നിലവാരമുള്ളവ തന്നെയായിരുന്നു. അതിനേക്കാൾ പ്രയാസമുള്ള ചോദ്യങ്ങളായിരുന്നു 4ാം ഘട്ടം. പൊതുവിജ്ഞാന ഭാഗത്ത് 30-ലേറെ ചോദ്യങ്ങൾ ഉയർന്ന നിലവാരത്തിൽ തന്നെ ഉള്ളവയായിരുന്നു. 10ാം തരം സിലബസിൻ്റെ ഭാഗമാണോ ചോദ്യങ്ങളെന്ന് ചോദിച്ചാൽ ആണ്, അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതാണ് അവസ്ഥ. 10ാം തരം സിലബസിലെ ടോപ്പിക്ക് തന്നെയാണ്, പക്ഷേ സ്വഭാവങ്ങളുടെ ഘടന, ചോദ്യങ്ങളുടെ സ്വഭാവഘടന ബിരുദതല പരീക്ഷകളുടേതായിരുന്നു. പ്രത്യേകിച്ച് ഭരണഘടന, സിവിക്സ്, എക്കണോമിക്സ് ഭാഗങ്ങളിലെ ചോദ്യങ്ങൾ തൊട്ടു നോക്കാൻ പോലും പറ്റില്ല. വളരെയധികം പുതുമയും ഉയർന്ന നിലവാരവും മറ്റു പരീക്ഷകളിലൊന്നും ചോദിച്ച് നമ്മളങ്ങനെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. ചരിത്രം, ജനറൽ സയൻസ്, ഭൂമിശാസ്ത്രം ഇവ ശരാശരി നിലവാരം പുലർത്തി. പൊതു സ്വഭാവം മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ തൊഴിൽ വാർത്തയിലെ നിഗമനം ഈ പരീക്ഷയ്ക്ക് 60 മുതൽ 65 വരെ റേഞ്ചിലുള്ള കട്ട് ഓഫ് പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. 60-65 മാർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വളരെ നല്ല മാർക്കാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം വരിക, നോർമലൈസേഷൻ PSC എങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. എങ്ങനെ സ്വീകരിച്ചാലും ഇതുവരെയുള്ള പ്രിലിമിനറിയുടെ ആ ഒരു സ്വഭാവം അനുസരിച്ച് നോക്കിയാൽ എളുപ്പമുള്ള 3ാം ഘട്ടക്കാർ കൂടുതൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. 10ാം തരം കോമൺ പ്രിലിമിനറി പരീക്ഷകളിലെ 3ാമത്തെ പരീക്ഷ അല്ല, അത് തൊഴിൽ വാർത്തയ്ക്ക് തെറ്റുപറ്റി. ഫെബ്രുവരി 8-ന് നടന്നത് 4ാം ഘട്ടത്തിലെ പരീക്ഷയാണ്. മുൻപ് നടന്ന പരീക്ഷകളെ എല്ലാക്കാട്ടിലും നിലവാരം കൂടിയതാണ്. അപ്പോൾ ചോദ്യങ്ങളിൽ പുതുമ പറയുമ്പോൾ വിവരാവകാശ കമ്മീഷൻ്റെ ഘടന, കമ്മീഷൻ്റെ ഓർഗനൈസേഷണൽ ചാർട്ട് പരിശോധിച്ചിട്ടുള്ളവർക്ക് ഇതിന് ഉത്തരം എഴുതാൻ സാധിക്കൂ. റാങ്ക് ഫയലിലും അങ്ങനെ പുസ്തകത്തിലും ഒന്നും വരാത്ത ഒരു ഭാഗം. ഭരണഘടനാ രാഷ്ട്രീയം ഭാഗത്ത് ഉദ്യോഗാർത്ഥികൾക്ക് പരിചിതമല്ലാത്ത മേഖലകളിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ വഴിമാറിക്കയറി. എല്ലാ വകുപ്പുകളും അറിഞ്ഞിരിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഈ ഘടകങ്ങൾ മാറുന്നത്. ഭരണഘടനയിൽ പൗരൻ്റെ കടമ, ആർട്ടിക്കിളുകൾ, വകുപ്പുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട സ്ഥിരമായി ചോദിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ നിന്ന് മാറി സമാന സ്വഭാവമുള്ള വിഷയത്തെ താരതമ്യം ചെയ്യുന്ന ചോദ്യത്തിനുദാഹരണം ഒരേ വർഷം ജനിച്ച നവോത്ഥാന നായകന്മാർ. പിന്നെ ചില ചോദ്യങ്ങളിൽ പിശകുണ്ട്. പൊതുവിജ്ഞാന ഭാഗത്ത് 2 ചോദ്യങ്ങളിൽ പിശക് കടന്നുകൂടി. ആസൂത്രണ കമ്മീഷൻ്റെ രൂപത്തിൽ 2015 എന്നത് തെറ്റായ വർഷമാണ്. വാഗൺ ട്രാജഡി 1921 ഉത്തരസൂചികയിലില്ല, 1821 ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നിയ ഒരു വസ്തുതയാണ്, കണക്കിൽ 5 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്ന ഭാഗത്ത് തുടർച്ചയായ എന്നൊരു വാക്ക് ഉപയോഗിക്കാമായിരുന്നു. എനിവേ 2 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഡിലീറ്റ് ചെയ്യപ്പെടും. പിന്നെ ഏതൊക്കെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ മാറും അത് PSCക്ക് അറിയുള്ളൂ. എങ്ങനെ പറഞ്ഞാലും ഒരു 60-65 മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻസ് പരീക്ഷ എഴുതാൻ യോഗ്യത നേടും എന്ന് കണക്കാക്കാം. മെയിൻസ് പരീക്ഷയ്ക്ക് നന്നായി തയ്യാറെടുക്കുക. LD ക്ലർക്കിൻ്റെ സിലബസാണ് 10ാം തരം മെയിൻസ് പരീക്ഷയുടെ സിലബസ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഈ മെയിൻസ് പരീക്ഷ, അതായത് LD ക്ലർക്ക് 2027 സിലബസ് അനുസരിച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഡെയിലി ക്ലാസ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SCERT പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങൾ,
അതുപോലെ മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ, സാധ്യതയ്ക്കുള്ള പ്രസ്താവനകൾ, അനുബന്ധ വിവരങ്ങൾ. വീഡിയോ ഉറപ്പായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. വീണ്ടും മെച്ചപ്പെടുത്താൻ താല്പര്യവുമായി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.